ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 24 വിശേഷങ്ങളാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഒന്നൊന്നര ദിവസമായിരുന്നു. എല്ലാവരും പ്രൊമോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, നവീൻ പുറത്തേക്ക് പോകുന്ന പോലെ കാണിച്ച് എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല എന്നൊക്കെ ഇന്നലെ പറഞ്ഞില്ലേ. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. രാവിലെ തുടങ്ങി ഒന്നൊന്നര ദിവസം എന്ന് പറയാം, ഒരു ഒന്നൊന്നര എപ്പിസോഡ് തന്നെ. അപ്പോൾ സമയങ്ങളെല്ലാം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. നമ്മുടെ രാവിലെ 5:20 സമയം കേട്ടോ. അവിടെ ആക്ടിവിറ്റി റൂമിൽ ഇപ്പോഴും പാവങ്ങൾ ഇത് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കണം. ദൈവമേ, രാവിലെ ആകുമ്പോഴേക്ക് 20 റൗണ്ട് തീർക്കണം, അങ്ങനെ 20,000 പോയിൻറ്റ്സ് എടുക്കണം എന്ന് പറഞ്ഞു. അവർ 9,000 പോയിൻറ്റ്സ് വരെയാണ് ലാസ്റ്റ് എഴുതിയത് കണ്ടോ കേട്ടോ. ഒരു 5:20 ആയ സമയത്താണ്. ഇനി എത്രയോ കിടക്കുന്നല്ലേ. രാവിലെ മോർണിംഗ് സോങ്ങിൻ്റെ സമയം കഴിയുമ്പോൾ ടാസ്കിൻ്റെ ടൈം കഴിഞ്ഞു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. പിന്നെ മോർണിംഗ് സോങ് വന്നു, എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നു. പിന്നെ എന്നിട്ട് അതില പറയുന്നുണ്ട് ഈ അനുവിനെ പറ്റി. എന്തൊക്കെയാണ് പറഞ്ഞത്, അവൾക്ക് ഒന്നും കൊടുക്കരുത്, അത് വായിൽ ഗട്ടറാണെന്നൊക്കെ പറയണ്ടായിരുന്നു. നൂറ ആ ചെക്കൻ തന്നിട്ടല്ലേ നമ്മൾ കഴിച്ചത്. നമ്മുടെ നവീനെ പറ്റി പറയാട്ടാ. പിന്നെ എന്ത് കട്ടെടുത്തെന്നാണ് ഈ പറയണതെന്നൊക്കെ പറയാം. അപ്പോൾ രേണു, ഞാൻ തിന്നില്ല കേട്ടാ, ഞാൻ തിരിച്ചു കൊടുത്തു, ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. നൂറ, നമ്മൾ പണിയൊന്നും എടുത്തില്ലെന്നാണ് ഇവർ പറയണത്. നമ്മൾ അവർക്ക് ടാസ്ക് അല്ലേ കിട്ടിയത്. അനു പറയാം, അത് ടാസ്ക് അല്ലേ, അല്ലാണ്ട് പണിയല്ലല്ലോ, അതെങ്ങനെ പണിയായിട്ട് പറയാൻ പറ്റും. അതിൽ അവൾ മനുഷ്യത്വം എന്ന് ജിസയിലിരുന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരുടെ മനുഷ്യത്വം കാണിക്കുന്നത്? അവളുടെ ഗ്രൂപ്പിനുള്ള ആൾക്കാർക്ക് മാത്രമേ മനുഷ്യത്വം ഉള്ളൂ, അല്ലാതെ നമ്മളുടെ അടുത്തൊന്നുമില്ല. എല്ലാവരുടെ ഒന്നും കാണിക്കില്ല, അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് മറ്റേ നൂറടുത്ത് പറയാം, ബേബി നീ ഇനിയെങ്കിലും മനസ്സിലാക്കുക, അവൾക്ക് എല്ലാവരോടും മനുഷ്യത്വം ഇല്ല, ആവശ്യമുള്ള അവൾക്ക് ഇഷ്ടമുള്ളവരടുത്ത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാം. അതിൽ പറയാം, ഒരു ചാൻസ് നോക്കിയിരിക്കണം, വടി കിട്ടുമ്പോൾ അപ്പം അടിച്ചോണം, ഒന്നും നോക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ എന്നിട്ട് അനീഷ് അവിടെ ബോർഡിൽ എഴുതി വെച്ചേക്കുക, ബിഗ് ബോസിനുള്ള മെസ്സേജ് പോലെ ഇങ്ങനെ ബോർഡിൽ എഴുതുന്നു. തോറ്റതിന് ന്യായീകരണമില്ല എന്നറിയാം, എങ്കിലും ഞങ്ങളോട് ദയ തോന്നി ഈ ടാസ്ക് നിർത്തിവെച്ചതായി പ്രഖ്യാപിക്കാൻ ബിഗ് ബോസിന് അലിവ് തോന്നണേ എന്ന് സ്വേച്ഛാധിപതികളുടെ അടിമകൾ എന്ന് പറഞ്ഞ് അവിടുത്തെ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ടാസ്ക് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും. എന്നിട്ട് നേരെ എല്ലാവരും വീട്ടിലേക്ക് തിരികെ വരിക എന്ന് പറയും. പിന്നെ എന്നിട്ട് നവീൻ കിച്ചൺ ആസ് യൂഷ്വൽ കിച്ചണിലാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. അപ്പം നവീൻ ജിസേലടുത്ത് കിച്ചണെന്ന് പറയുന്നത് ഫുൾ ടോർച്ചറിങ് ഡേ ആണ് കേട്ടോ. ടോർച്ചറിങ് മതിയിട്ട ജിസേല എന്ന് പറയും. അപ്പം ജിസേലും നോക്കട്ടെ നിൻ്റെ ടോർച്ചറിങ് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. അപ്പോൾ നവീൻ പറയാം, അത് പിന്നെ ചില സമയത്ത് എനിക്കൊന്ന് അലിവ് തോന്നും, അങ്ങനെ ചില ഇതൊക്കെ ചെയ്യണതാണ്, പാവങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ന് പറയും. എന്നിട്ട് നവീൻ പറയാം, ഇന്നലെ ജിസേലടുത്ത് സ്റ്റേണായിട്ട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ഇനി എങ്ങാനും അലിഞ്ഞു പോയാൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സ്റ്റേണായിട്ട് പറയണം, അപ്പം ഞാൻ തിരിച്ച് ഉഷാറായിക്കോളാം എന്നൊക്കെ പറയട്ടെ. എന്നിട്ട് അതിനോട് ഷാനവാസ് വെറുതെ പോയിരുന്നു. അപ്പോൾ ഷാനവാസിനടുത്ത്, ഇന്നു മുതൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ മാഡം സാർന്ന് വിളിക്കണം എന്ന്, നീ ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പോയി പണി നോക്കടാന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പോകും. അപ്പം നവീൻ പറഞ്ഞു ജിസേലത്ത്, പോയി പണി നോക്കടാന്ന് പറഞ്ഞു. ജിസേൽ പറഞ്ഞു, നമുക്ക് എന്നാൽ വേറെ പണി നോക്കാം എന്നൊക്കെ പറഞ്ഞു ജിസേൽ. എന്നിട്ട് പറയാം, ഞങ്ങൾക്ക് ബർഗറുണ്ട് എന്നൊക്കെ പറയാം. അപ്പം അനു അപ്പുറത്ത് നിന്ന് പറയാം, പിന്നെ ഞങ്ങളൊന്നും ബർഗർ കണ്ടിട്ടില്ല, ഇവർ മാത്രമല്ലേ ബർഗർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആരും ജലസ് എന്നൊക്കെ നമ്മുടെ ജിസേൽ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കിട്ടാത്തയും കാണാത്ത സാധനമല്ലേ ഈ ബർഗർ എന്ന് പറയുന്നത്, ജലസ് തന്നെ, അതിനെന്താണെന്ന് പറയും. എന്നിട്ട് പറയാം, ഞങ്ങളൊക്കെ ഭക്ഷണം കാണാതെ കിടക്കുമല്ലേ എന്ന് പറയാം. അപ്പോൾ ജിസേലും ചോദിച്ചാൽ തരാം, വേണമെങ്കിൽ തൊടാൻ സമ്മതിക്കാം എന്നൊക്കെ പറയണം കേട്ടോ. ജിസേലും നവീനും കൂടെ പറയണം. അനുവിനും കൂടെ ഭ്രാന്ത് പിടിച്ചിട്ട് രാവിലെ തന്നെ തുടങ്ങും കേട്ടോ. അപ്പോഴേക്കും അനു മറ്റേ പഴയ ലിപ്സ്റ്റിക്ക് കേസുമായിട്ട് വന്നു. ലിപ്സ്റ്റിക്ക് ഓൾറെഡി ഇപ്പോഴും ജിസേൽ ഇട്ടിട്ടുണ്ടെന്നാണ് അനു പറയണത്. അപ്പം അനു പറയാം, ബിഗ് ബോസ് പറഞ്ഞു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ല, എന്നിട്ട് നീ റെനയുടെ ലിപ്സ്റ്റിക്ക് എടുത്ത് യൂസ് ചെയ്യേണ്ട, കൺമഷീൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ, മറ്റേ അനു പോയിട്ട് അവിടെ ഉള്ളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പോയി ജിസേലിൻ്റെ ചുണ്ടിൽ പോയി തുടച്ചു. എൻ്റെ ദൈവമേ, അത് മതിയല്ല. ജിസേൽ പിടിച്ചൊരു തള്ളും വെച്ച് കൊടുത്തു. ആ പെട്ടെന്നുള്ള ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആയിരിക്കണം, അതറിയില്ല. പക്ഷെ പ്രതീക്ഷിക്കാണ്ടാണ് അനു പോയിട്ട് ഈ ചുണ്ട് അങ്ങോട്ട് പോയി തുടച്ചു. അപ്പോഴേക്ക് ജിസേൽ കൊടുത്ത് നല്ലൊരു തള്ള കൊടുത്തത്, അങ്ങോട്ട് പോയി കുറച്ചങ്ങോട്ട് ദൂരേക്ക് പോയി, അത്ര വലിയ തള്ള കൊടുത്തത് കേട്ടോ.
എന്നിട്ട് എൻ്റെ ദൈവമേ അപ്പോൾ ജിസേൽ ഹൗ ഡിഡ് യു ടച്ച് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പോൾ ഇത് നവീൻ നീ തൊട്ടോ, നീ എന്തിനു തൊട്ടു, നീ എന്തിനു തൊട്ടു, ഇവളെൻ്റെ ചുണ്ടിൽ ഒരച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ ഇടന്ന് തുടങ്ങി. അപ്പോൾ ഷാനവാസ് അനു എന്തിനാ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം നവീൻ ഇവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുക്കും, എൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് അവൾ പോയതെന്നൊക്കെ പറഞ്ഞ് നവീൻ വന്നിട്ട് ജിസേലിൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇനി ഇടും എന്നൊക്കെ പറഞ്ഞ് തേച്ചെടുക്കുക. അപ്പോൾ ജിസേൽ ഞാൻ ഇനി ഇടും എന്നിട്ട് ഷീ വാസ് ഓൾവേസ് ലൈക്ക് എ കൈൻഡ് ഓഫ് മാഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കൊരുമാതിരി വട്ടുപോലെയാണെന്ന്. ഷാനവാസ് അങ്ങനെ ആരെയും തൊടാൻ പാടില്ല. അപ്പോൾ ജിസേൽ നവീനും കൂടെ ഇനിയിടും എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടണം കേട്ടോ. അപ്പം നവീൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, നവീൻ നീ പോടി, ഡ്രാമ, നടി നടി നടി. അപ്പോഴേക്കും ജിസേൽ യു കാൻ ടച്ച് മീ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം അനു നവീനടുത്ത് പറയാം കുറച്ച് മനുഷ്യത്വം കാണിക്കേ. അപ്പം നവീൻ പറയാം എനിക്ക് മനുഷ്യത്വം ഇല്ല. ജിസേൽ എന്നെ വന്ന് ടച്ച് ചെയ്തു, അത് മനുഷ്യത്വമുള്ളതാണ്, അതാണ് മനുഷ്യത്വം. ഇത് ബിഗ് ബോസിൻ്റെ റൂൾസ് ഉണ്ട്, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചാണ് ഞാൻ പറയണത്. നവീൻ അനുമോള് എവിക്റ്റായി പോകണം, ഇവിടെ നിന്ന് എവിക്റ്റായിട്ട് പോവട്ടെ എന്നൊക്കെ പറയാട്ടെ. അപ്പോൾ അപ്പാന് നീ എന്തിനാ ടച്ച് ചെയ്യാൻ പോയത്, അങ്ങനെ ചെയ്തുകൂടെന്ന് അറിഞ്ഞൂടെ എന്ന് വെക്കാം. അപ്പം എത്ര തവണയാണ് അവൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പാടില്ല, അതായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിന് തൊടണമെന്ന് ചോദിക്കട്ടെ. അപ്പോൾ പറഞ്ഞു അപ്പോൾ അവൾ പിടിച്ച് തള്ളിയതോ, ആരെ നിന്നെയോ, എന്നെ തന്നെ, ദേഹത്ത് തൊടാനുള്ള റൈറ്റ്സ് ഇല്ല എന്നൊക്കെ ഇവർ പറയാം. അതിന് ഞാൻ അടിക്കൊന്നും ചെയ്തില്ലല്ലോ. ഓരോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ദേഹത്ത് പിടിക്കണതും പിന്നെ ഷോൾഡർ തട്ടണതും, റെനയൊക്കെ വന്ന് ഷോൾഡറൊക്കെ തട്ടി, അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാനൊന്ന് ചുണ്ടിൽ തുടച്ചാൽ ഇപ്പോൾ പ്രശ്നമായത്. പക്ഷെ ഷാനവാസ് സ്വേച്ഛാധിപതികളാണ് അവർക്ക് മേക്കപ്പ് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള എന്തും ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നത്. അനു പറഞ്ഞോ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കേട്ടില്ല, ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല എന്ന് പറയട്ടോ. അപ്പം എന്നിട്ട് അനു പറയാം ജിസേൽ എന്ത് ചെയ്താ നമ്മളെന്ത് ചെയ്താൽ കൂയി അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പം നവീൻ വീട്ടിൽ നവീൻ്റെ അടുത്ത് നീ പോടാന്നൊക്കെ പറയണ്ട. അപ്പോൾ നവീൻ പറഞ്ഞു നീ നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അപ്പോൾ അനു പറയാം എൻ്റെ വീട്ടിൽ നിന്നെ പോലത്തെ ആൾക്കാരൊന്നും ഇല്ല എന്ന് പറയട്ടെ. നവീൻ പറയാം എൻ്റെ അടുത്ത് ചോദിക്കാണ് മനുഷ്യത്വം ഉണ്ടടാ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ, എനിക്ക് മനുഷ്യത്വം ഇല്ല എന്ന് പറയട്ടെ. അപ്പോൾ അനുവിൻ്റെ അടുത്ത് അക്ബർ പറയാം എന്ത് കണ്ടന്റാണ് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, കണ്ടവൻ്റെ കൂടെ പോയിട്ടൊക്കെ ഉള്ള കണ്ടനല്ലേ, ആരുടെ കൂടെ പോയിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയാം. അപ്പോഴേക്കും അക്ബറിന് ആൻസർ പറയാൻ കിട്ടില്ല. അപ്പോൾ അക്ബർ വെസലിൽ പാത്രം കഴുകാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല, വേറെ ജോലി ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല. നവീൻ ഒരു കാശിനും കൊള്ളൂല, ഇങ്ങനെ ഒരു മരവാഴ. ജിസേൽ അവിടെ നിന്നിട്ട് ഐ ആം ഓൾറെഡി മെൻ്റലി ടയേർഡ് ഫ്രം എസ്റ്റഡ് എന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അനീഷ് പറയാം നിങ്ങളുടെ ചുണ്ടിൽ അനാവശ്യമായി തൊടാനുള്ള പവർ ആർക്കുമില്ല, നിങ്ങളുടെ ചുണ്ടിൽ അനാവശ്യമായി തൊടാനുള്ള പവർ ആർക്കുമില്ല. അപ്പോഴേക്കും മറ്റേ നവീനൊക്കെ വെറും നാടകക്കാരി, വെറും ഡ്രാമ എന്നൊക്കെ പറയാം. അപ്പാന് അങ്ങനെയൊക്കെ തൊടുന്ന വലിയ പ്രശ്നമാണ്. നവീൻ വന്നിട്ട് ഒന്നെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ, അവൾ ഇവിടെ നിന്ന് ഇറങ്ങണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല. നവീൻ ബിഗ് ബോസ് ക്യാമറ ചെന്നിട്ട് പറയാം ബിഗ് ബോസ് അനുമോളിനെ ഇനി ഇതുപോലെ പാമ്പർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ക്വിറ്റ് ചെയ്യും, ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ വിത്ത് ഷോ എന്ന് പറയട്ടെ. അതിനിട്ടും ശൈത്യ അവിടെ നിന്നിട്ട് അനുവിനടുത്ത് പറയും അപ്പോൾ നിന്നെയല്ലേ അവൾ ഇടിച്ചത് എന്ന് നോക്കി, അവൾ എന്തൊരു കരച്ചിലാണ്, കരഞ്ഞു മെഴുകുകയാണെന്ന് പറയട്ടെ. അപ്പോൾ എന്നിട്ട് പറയും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയാം അനുവിൻ്റെ അടുത്ത്. അനു എനിക്ക് നല്ലോണം വേദനിച്ച്. അപ്പോൾ ശരി എന്നാൽ നീ പോയി പറ, നിനക്ക് വേദനിച്ചത് നീ എന്താ നീ പറയാത്തതെന്ന് ചോദിക്കാം. അപ്പോഴേക്കും നൂറ് വന്നിട്ട് ഒരാളുടെ കൺസേൺ ഇല്ലാണ്ട് അയാളെ തൊടാൻ പാടില്ല. അപ്പോൾ അനു എന്നെ ഉപദ്രവിച്ചതോ, ഞാൻ അടിച്ചിട്ടൊന്നും ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചിട്ടും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യും, മനസ്സിലായോ എന്ന് പറയട്ടെ. അപ്പോൾ അനു എന്നെ പുറത്താക്കാതെ നീ ഈ പരിപാടിയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം നവീൻ, അത് തന്നെ അതാണ് എൻ്റെ ഗെയിം, അത് തന്നെ ആണെന്ന് പറയും. അപ്പോൾ നവീൻ എന്നിട്ട് നീ ഇത്രയും വലിയ തെണ്ടിത്തരം ചെയ്തിട്ട് നിന്നെപ്പോലുള്ള ഒരുത്തിയുടെ കൂടെ ഇവിടെ ഗെയിം കളിക്കാൻ എന്നെക്കൊണ്ടൊന്നും പറ്റൂല, ഇതിനേക്കാളും ഭേദം കളിക്കാതെ ക്വിറ്റ് ചെയ്ത് പോകണതാണ് നല്ലതെന്നൊക്കെ പറയാം. അതിനിട്ട് പിന്നെ കിച്ചണിൻ്റെ ഭാഗത്ത് നിന്നിട്ട് കേട്ടോ നവീൻ നൂറയും അതിലേയും പിന്നെ രേണുവും കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നവീൻ പറയാം ഞാൻ കുറ്റി നൂറ നീ സീരിയസ് ആയിട്ടാണോ പറയണത്? നവീൻ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയണത്, ഞാൻ തമാശ എന്നല്ല പറയണത്, അനുമോൾ ഇതുപോലത്തെ തെണ്ടിത്തരാണ് ചെയ്യണത്, ഇനി ഞാൻ അവളുടെ കൂടെ നിൽക്കൂല. അപ്പോൾ അതിൽ നീ പറയുന്നത് തിരിച്ച് ബാക്ക് ഫയർ ചെയ്യും കേട്ടോ എന്ന് പറയട്ടെ. അപ്പോൾ രേണു വേഗം പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടാ,
ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ വന്നത്. അപ്പോഴേക്ക് നൂറ മിണ്ടാണ്ടിരിക്കുന്നു. നൂറ രേണുവിനെ ഒതുക്കുകയാണ്. എന്നിട്ട് ഒന്നും പറയരുത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നവീൻ പറയാം, എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഞാൻ ഇവിടെ 0 ആയിട്ടാണ് വന്നത്, തിരിച്ച് 0 ആയിട്ട് പോകും, അതിന് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്തായാലും ഇവളിവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എവിക്റ്റ് ചെയ്ത് ഒന്നെങ്കിൽ ഇവക്കെതിരെ ആക്ഷൻ എടുക്കണം, ഇവളെ ഇവിടെ നിന്ന് എന്താ പറയുക എന്തെങ്കിലും നടപടി എടുക്കണം, അല്ലെങ്കിൽ ഇവളെ ഇവിടെ നിന്ന് എവിക്റ്റ് ചെയ്യണം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുന്നത്. നൂറ എവിക്റ്റ് ചെയ്യണോ, അവളെ എവിക്റ്റ് ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ. നവീൻ അപ്പോഴേക്കും നവീൻ വേഗം അനുവിൻ്റെ അടുത്ത് പോകും. മോളെ നീ കുത്തിക്കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിന്ന് തരണാന്ന് ചോദിക്കട്ടെ. ആര് കുത്തിക്കൊല്ലാൻ നോക്കി, എന്തുകൊണ്ട് കുത്തിക്കൊല്ലാൻ നോക്കി? ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. അത് നീയല്ല തീരുമാനിക്കേണ്ടത് എന്ന് അനു പറയട്ടെ. ബിഗ് ബോസ് തീരുമാനിക്കട്ടെ. അപ്പോൾ അവന് പോകണമെന്നുണ്ടെങ്കിൽ അവൻ പോട്ടെ, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ വെക്കോ, നിനക്ക് പോകണമെന്നുണ്ടോ? അപ്പോൾ പോകണമെന്നില്ല എന്ന് പറയട്ടെ. യോഗ്യത ഇല്ലാത്ത നീ പോ എന്നൊക്കെ പറയട്ടെ അനുവിൻ്റെ അടുത്തും. അപ്പോൾ അനു നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല എനിക്ക് പോകാൻ താല്പര്യമില്ല. എന്നാൽ അവൻ പറഞ്ഞ വാക്കിന് വിലയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയാം. അപ്പോൾ എന്നിട്ട് അനുവും ശൈത്യമൊക്കെ നോക്കുമ്പോൾ മറ്റേ ജിസയിൽ നിന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ കള്ളക്കരച്ചിൽ നോക്കടി, എന്തൊരു കരയുന്നൂടി, എൻ്റെ ദൈവമേ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അക്ബർ പറയാം, ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന് അവാർഡ് കൊടുക്കണേ നമുക്ക് രേണുസുതിക്കാണ് കൊടുക്കുക. രേണുസുതി അവിടെ അടുത്ത് നിൽക്കണ്ടായിരുന്നു. രേണു ഒന്നിനും ഇടപെടാത്ത എന്നെ എന്തിനാണ് എൻ്റെ നെഞ്ചത്തോട്ട് കയറണം തന്നെ, ഞാൻ ഇവിടെ വെറുതെ നിന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയട്ടെ. അതിനിടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഒന്നിനും റിയാക്ഷനില്ല, ഒന്നുമില്ല, അങ്ങനെ നടപ്പാണ് കേട്ടോ. അതിനിടയ്ക്ക് അഭിലാഷ് ഈ വക കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ജിസേൽ ചുണ്ടി തൊടുന്ന എനിക്ക് ഇഷ്ടമല്ല, അവൾ പറഞ്ഞ് അവൾ ഉണ്ടാക്കുന്ന ആഹാരം ഞങ്ങൾക്കൊന്നും തരാൻ പാടില്ല, അങ്ങനെയാണ് ഈ വഴക്ക് തുടങ്ങിയത്. ഷാനവാസ് ഒരാളെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ആക്രമിക്കണുണ്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവളുടെ സൈഡ് നിന്നത്. ജിസേൽ ഞാൻ എല്ലാവരും പാത്രം കഴുകി ഇന്നലെ, അവളാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാ പണിയും ഞാനാ ചെയ്തത്. എന്നിട്ട് പിന്നെ മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ അറ്റാക്ക് ചെയ്ത് എനിക്ക് മതിയായി. ഇപ്പോൾ അനു കള്ളക്കരച്ചിൽ കരയാണ് കണ്ടില്ലേ, അതിലെല്ലാവരും വീഴുകയും ചെയ്യും എന്ന് പറയട്ടെ. അപ്പോൾ നീ ഇവിടെ നിൽക്ക് അനു, നീ എവിടെയും പോകാൻ പാടില്ല, നീ ഇവിടെ നിൽക്ക് അനു. അപ്പോൾ അനുവിന് സങ്കടം വന്നിട്ട് ഇങ്ങനെ തുടങ്ങാം കേട്ടോ. അപ്പോൾ അനു നീ എന്നെ ഒന്ന് അടിക്കുമോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അതിലിങ്ങനെ രണ്ട് മുഖത്തിനിട്ട് രണ്ടെണ്ണത്തിൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ജിസയിൽ നീ റിഹേഴ്സൽ ചെയ്ത് നോക്കുകയാണോ ഇങ്ങനെ വലിയ വേദന എടുക്കുമെന്ന്. എനിക്ക് വേദന എടുത്തു, എനിക്കത് ഇഷ്ടപ്പെടില്ല, ആരും ഇങ്ങോട്ടൊന്നും എന്നെ ടച്ച് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്കത് എന്താ പറയുക ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്നൊക്കെ പറയട്ടെ. അക്ബറും അപ്പാനിയും കൂടെ ജിസേലിൻ്റെ അടുത്ത് നീ ആ വാക്കിൽ തന്നെ ഉറച്ചു നിന്നോട്ടോ, നിന്നെ ഉപദ്രവിച്ച് ആ വാക്കിൽ തന്നെ നീ ഉറച്ചു നിന്നോ എന്നൊക്കെ പറയട്ടെ. പിന്നെ അനീഷിനെ പറ്റി ഇവരൊക്കെ സംസാരിക്കാണ്. ഇയാൾ ഒരു ടാസ്കും ചെയ്തിരുന്നില്ല, ആ 7 പേര് അടിമകളിലുള്ളതാണ് കേട്ടോ, ഒരു ടാസ്കും ചെയ്തില്ല എന്നൊക്കെ പറയാം. അപ്പോഴേക്കും മറ്റേ നവീൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എന്താ ചെയ്തിരിക്കുകയെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്താ ചെയ്തിരിക്കുകയെന്ന്. അപ്പോൾ അക്ബർ 4 ടാസ്കുകളുണ്ട്, 1000 പോയിൻറ്റ്സാണ് ഒരു റൗണ്ട് ടാസ്ക് ചെയ്യണതിന്. മറ്റേ തീപ്പെട്ടി ഇടുക, പിന്നെ ഒരു 2.5-3 മണിക്കൂർ എടുത്ത് മറ്റേ ആ സ്ക്രൂ ഇങ്ങനെ മുകളിൽ വെക്കുന്ന സെക്കൻഡ് ടാസ്ക്, പിന്നെ ഗ്ലാസ് കൊട്ടാരം പോലെ ഉണ്ടാക്കുക, പിന്നെ ബാക്ക് ക്ലിപ്പ് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുക. അയ്യോ ഇത് ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി, ഉറക്കം തന്നെ ഉറക്കം. ബാക്കി ഞങ്ങളാണ് മുഴുവൻ ഇന്ന് ചെയ്തത്. വേണ പറഞ്ഞ കമ്പാരിറ്റീവ്ലി ലെസ്സാണ് നമ്മുടെ അനീഷേട്ടൻ ചെയ്തത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അനീഷ് ഈ ആര്യനുണ്ടല്ലോ അവൻ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞ് വഴക്ക് കൂടിയിട്ട് ഞാൻ അവിടെ ഒറ്റപ്പെട്ടു. എൻ്റെ അടുത്ത് വഴക്ക് കൂടി ഞാൻ ഒരു കണക്കിന് അവിടെ നിന്നത്. എന്നിട്ട് ആര്യം പറഞ്ഞു ഞാനിന്നലെ ഉറങ്ങിയിട്ടില്ല, ഒരു കോമൺ ഗാർഡ് എടുത്തുള്ള കളി, അവൻ്റെ എഫോർട്ട് മുഴുവൻ ഞാനാണ് ഇട്ടത്, ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാം. അനീഷ് ആ ഫ്ലിപ്പിൻ്റെ ഫസ്റ്റ് ഞാനാണ് ഇട്ടത്, എന്നിട്ട് ഇന്നെ ജയിച്ചിട്ടൊന്ന് കൈ തരാൻ പോലും ഈ ആര്യം വന്നിട്ടില്ല. അപ്പം എന്നിട്ട് അനീഷ് ആര്യന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നിൽക്കുകയാണ് ചെയ്തത്. എല്ലാവരും എൻ്റെ പേര് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാം ഞാനാണ് കുറ്റക്കാരൻ, പക്ഷെ ആരും ഇല്ലല്ലോ, എല്ലാവരും അനീഷിനല്ലേ പറയണത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ശരിക്കും അറിയാലോ എന്നൊക്കെ പറഞ്ഞ് നവീൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ സോഫയിൽ വന്ന് ഇരിക്കുകയാണ്. ബിഗ് ബോസ് എല്ലാവരും വിളിച്ചു വരുത്തി. അതിൻ്റെ ഒനീലിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഒരു സോങ് പോലെയൊക്കെ ഇങ്ങനെ പാടി, അപ്പോൾ എന്തോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാണ്ട് അതിന് ശേഷം നമുക്ക് ഒനീലിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറയാം.
എന്നിട്ട് ബിഗ് ബോസ് പറയണേ ഇത് ഏറ്റവും കഠിനമായ ഒരു സീസണാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇനിയും ഗെയിം മുന്നോട്ട് പോകുന്നതും ഇനിയും കാഠിന്യമേറും എന്നൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വെറും ഒരു TV ഷോയാണ്. ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. അപ്പോൾ വാക്കുകളിലൂടെ മാത്രം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ ശാരീരികമായിട്ടുള്ള അക്രമം പാടില്ല. നിങ്ങളൊരു സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയണം കേട്ടോ. നൂററിയാം നീ പറഞ്ഞത് ഒന്നെങ്കിൽ അനുമോള് പോവും അല്ലെങ്കിൽ നീ പോകും, കറക്റ്റല്ലേ? അപ്പോൾ നവീൻ പറയാം ഞാൻ പൊക്കോളാം. അപ്പോൾ വാക്കാണേ, വാക്കാണ്. എന്നിട്ട് നവീൻ പറയാം നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കും മനസ്സിലായി. അപ്പോൾ പണിഷ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും, മനസ്സിലായോ എന്ന് ചോദിക്കാം. അപ്പോൾ അനീഷ് അല്ല ഇപ്പോൾ ഈ ജിസയിൽ മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നു എന്ന് പറയട്ടെ. അപ്പോൾ നൂറ ഭയങ്കര തൻ്റെ ഇടം കാണിച്ച് ഇവിടെ പറയുന്നുണ്ടായിരുന്നല്ലോ ഡ്രാമ എന്ന് പറയട്ടെ. അപ്പോൾ അതിൽ നീ ഡയലോഗ് മറ്റേ ഇവൻ്റെ അടുത്ത് ആരെയും നോക്കി നീ പണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര സംസാരട്ടെ. അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ ലൈൻസാണിത്. അതിൽ പറയാം നീ അന്ന് വലിയ ഡയലോഗ് അടിച്ചല്ലേ, നിന്നെ കളിയാക്കിയതല്ലേ എന്നൊക്കെ ആര്യൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ആര്യ ഡയലോഗിൻ്റെ ടോപ്പിക് ഇപ്പോൾ ഇവിടെ പറയണ്ട, ഞാൻ അന്ന് മാപ്പ് ചോദിച്ചു, പിന്നെ എന്നെ എല്ലാ എവിഷനിൽ ഇടുകയൊക്കെ ചെയ്താണല്ലോ. അപ്പം നവീൻ ഡ്രാമ അല്ല ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. നൂറ എന്നിട്ട് നീ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, നട്ടെല്ലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, 100% സ്വാതന്ത്ര്യമുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ സംഭവം നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടാണ്. അപ്പം നവീനും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അപ്പം നവീൻ ഇവിടെ സേഫ് കളിക്കുന്ന ആരാന്നൊക്കെ നമുക്കറിയാം, അതിലാ നൂറാന്നൊക്കെ. നൂറ് പറയാം ഇവിടെ സെൽഫിഷ് ആയിട്ടുള്ള ആരാണെന്നുള്ള എല്ലാവർക്കും അറിയാം എന്ന് പറയട്ടെ. അപ്പോൾ പിന്നെയും പറയണം ഇവർ എന്താണ് സേഫ് ഗെയിം കളിക്കുകയാണ്. അപ്പോൾ നൂറയൊക്കെ പറയാം ഞങ്ങൾ അങ്ങനെ തന്നെ കളിക്കുകയും ചെയ്യും, ഇനി നിനക്ക് എന്ത് വേണം ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ കളിക്കും, നിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വിടുന്ന നാട്ടുകാർ കാണട്ടെ എന്നൊക്കെ പറയണേ. കൺഫെഷൻ റൂമിൽ അനുവിനെയും ജിസേലിനെ വിളിച്ചു. എന്നിട്ട് ബിഗ് ബോസ് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. അപ്പം അനു പറയാം ഈ ജിസേൽ എപ്പോഴും റൂൾസ് തെറ്റിക്കുകയാണ്. ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, വേറെ എന്തൊക്കെയോ മേക്കപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം ഞാനത് ജസ്റ്റ് ടിഷ്യൂവിൽ ഇങ്ങനെ തുടച്ച് കാണിച്ചതാണ്, വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ജിസയിൽ അഗ്രസീവായിട്ടാണ് മുഖം പിടിച്ചത് ഒരച്ചത് എന്ന് പറയട്ടെ. അയ്യോ ഒരച്ചാന്നൊക്കെ പറയാം. രണ്ടുപേരെയും ഭാഗത്ത് തെറ്റുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം ഇതെടുത്ത് കണ്ടു, ക്ലിപ്പിങ്സ് എടുത്ത് കണ്ടു. അപ്പോൾ രണ്ടുപേരെയും ഭാഗത്ത് തെറ്റുണ്ട്. ഈ മോഹൻലാലിൻ്റെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്താണ് പണിഷ്മെൻറ്റ് വേണ്ടത്, ഞങ്ങളുടെ ഇവിടെ ടീമെല്ലാം ചെക്ക് ചെയ്തിട്ട് എന്താണ് പണിഷ്മെൻറ്റ് വേണ്ടതെന്ന് അന്ന് അറിയിക്കുന്നതായിരിക്കും എന്ന് പറയട്ടെ. എന്നിട്ട് അനു മേക്കപ്പ് ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ടിഷ്യൂ വെച്ച് ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ, അതിന് ഞാൻ സോറി പറയുന്നു. ജിസേൽ അത് വേണ്ട യു ഹാവ് ടു ടേക്ക് ആക്ഷൻ ബിഗ് ബോസ്, യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. ഇത് സെക്കൻഡ് ടൈമാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അതിനോട് നീ എന്തിനാ വെറുതെ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്നത്? അപ്പോൾ ജിസേൽ നീ ബിഗ് ബോസ് ചെയ്തോളും, റൂൾസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നീ അതൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. ഇവള് വെറുതെ എൻ്റെ കൺസേൺ ഇല്ലാണ്ടാണ് എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്യണത്. ഇവളാരും ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ, നീയാണോ ഡിസൈഡ് ചെയ്യണത്? ബിഗ് ബോസ് ഡിസൈഡ് ചെയ്യട്ടെ. ഓൾറെഡി എനിക്ക് കുറേ കോൺസിക്വൻസസ് കിട്ടുന്നുണ്ട്. എത്ര തവണ ഞാൻ ബാൻഡ് ജയിച്ചു, എത്ര തവണ ഞാൻ ടാസ്ക് ജയിച്ചു, എന്നിട്ടും എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അനുമോൾ അതെന്തുകൊണ്ടാണ് നിനക്ക് കിട്ടാത്ത, എന്തുകൊണ്ടാണ്? ജിസേൽ അത് ബിഗ് ബോസ് ചെയ്യട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അല്ലോ തീരുമാനിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഒപ്പീനിയൻ ഞാനിവിടെ പറയും, അതെനിക്ക് ഒപ്പീനിയൻ പറയാനോ, വേറെ വല്ലവർക്കാണോ ഒപ്പീനിയൻ പറയാനുള്ളതെങ്കിൽ അവരും പറയും. അതിനിപ്പോൾ എന്താ, അതിനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ജിസേൽ ഇല്ല, ബിഗ് ബോസ് ഡിസൈഡ് ചെയ്യും. നീ എൻ്റെ മുഖം പിടിച്ച് എന്തിനാ ഉരച്ചത്? അപ്പം ഞാൻ മുഖം പിടിച്ചെന്നാ, ഞാൻ എപ്പോഴാണ് മുഖം പിടിച്ചത്? ജിസേൽ നീ മറന്നുപോയി, നീ ലിപ്സ് പിടിച്ച് ഉരച്ചില്ലേ എന്ന് ചോദിക്കട്ടെ. ഞാൻ ഉരച്ചതല്ല, എനിക്കത് അത്രയ്ക്ക് ബോധമില്ല, ലിപ്സ് പിടിച്ച് ഇങ്ങനെ ഉരയ്ക്കാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് നിങ്ങൾ തുടച്ച് നോക്കിയുള്ളൂ. ജിസേൽ നീ ഉരച്ചു. ഇല്ല ജിസേൽ എന്തിനാ കള്ളം പറയുന്നത്, ഇവിടെ ക്യാമറയൊക്കെ ഉണ്ടല്ലോ, എന്തിനാ കള്ളം പറയുന്നത്? അപ്പോൾ എന്നിട്ട് പറയാം ഈ ഗെയിം കളിച്ച് നിൻ്റെ കയ്യും കാലും ഒക്കെ കുറേ പൊട്ടിയിട്ടുണ്ടല്ലോ, അപ്പം നിനക്കൊരു പ്രശ്നമുണ്ടായല്ലോ. ജിസേൽ അത് ടാസ്ക് ചെയ്തിട്ടല്ലേ മുറിവ് വന്നത്, എനിക്കത് സാരമില്ല, പക്ഷെ എൻ്റെ മുഖം പിടിച്ച് വരയ്ക്കണം എനിക്ക് ഇഷ്ടമല്ല. വിത്തൗട്ട് മൈ കൺസേൺ യു ആർ നോട്ട് സപ്പോസ് ടു ടച്ച് മീ.
അപ്പോൾ അനു അതിന് ഞാൻ സോറി പറഞ്ഞല്ലോ. എവിടെ നിനക്ക് സങ്കടം ഉണ്ടെങ്കിൽ നീ അവിടെ സോറി പറയായിരുന്നു, അല്ലാണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരയണൊക്കെ കണ്ടു, അപ്പോഴൊന്നും നീ ഒന്നും മിണ്ടിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ സോറി പറയുന്നത്. ഇത് ഒറിജിനൽ അല്ല, ഇത് ഡ്രാമയാണ്. ജിസേൽ ശരിക്കും നിനക്ക് വിഷമമുണ്ടായത് നീ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് സോറി പറയായിരുന്നു. അനു എനിക്ക് അവരുടെ മുന്നിൽ വെച്ച് സോറി പറയണ്ടാവില്ല, എനിക്ക് നമ്മുടെ ശരിക്കുള്ള ബിഗ് ബോസിൻ്റെയും പ്രേക്ഷകരുടെയും മുമ്പിൽ വെച്ച് സോറി പറയാൻ മതി. അപ്പോൾ അത് നിൻ്റെ നാടകം തന്നെ, അല്ലാതെ നിനക്ക് ശരിക്കും വിഷമമുണ്ടായിട്ടൊന്നും അല്ല, ഇവളുടെ ഡ്രാമ തന്നെയാണ് ഇത് എന്ന് പറയട്ടെ. അപ്പം ഞാനവിടെ ഇരുന്ന് എത്ര നേരം ഇരുന്ന് കരഞ്ഞു, അപ്പോഴൊന്നും ഇവൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പം അതിനൊരു ആ കരഞ്ഞൊക്കെ നിൻ്റെ ഡ്രാമയല്ലായിരുന്നു. ഇവൾ എല്ലാ ദിവസവും ഇരുന്ന് കരയാം, അപ്പോൾ അത് ഡ്രാമയല്ല. ഞാനാകെ ഒരു പ്രാവശ്യം കരഞ്ഞപ്പോൾ അത് ഡ്രാമയായി അല്ലേ എന്ന് പറയട്ടെ. അപ്പോൾ ബിഗ് ബോസ് പറയാം ഈ കാര്യത്തിൽ എന്തായാലും നടപടി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം മോഹൻലാലിൻ്റെ എപ്പിസോഡിൽ നേരത്തെ സംസാരിച്ച പോലെ എന്താണെന്ന് വെച്ചാൽ നടപടി അന്ന് അറിയിക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എൻ്റെ കൂടെ സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ധാരണയാക്കിക്കോണം എന്ന് പറയാം. ശരി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബിഗ് ബോസ് നവീൻ്റെ അടുത്ത് ചോദിക്കുക, ക്യാമറയുടെ മുമ്പിൽ നിന്ന് നിങ്ങളെന്താ പറഞ്ഞത് നവീൻ ചോദിക്കുക. ബിഗ് ബോസ് ചോദിക്കട്ടെ, ഇവിടെ ഉണ്ടായി വഴക്കും നിങ്ങൾ പോകണം, അത് തമ്മിൽ എന്താണ് ബന്ധം? അപ്പം നവീൻ പലപ്പോഴും ഈ അനുമോള് ഡ്രാമ കാണിച്ച് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, എനിക്കും ജിസേലിനും എഗെയിൻസ്റ്റായിട്ട് ഭയങ്കര ഞങ്ങളുടെ ആ ടാസ്കിന് ഇടയ്ക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യണ പോലെ ഓരോന്ന് കാണിക്കാം. പിന്നെ ടിഷ്യൂ വെച്ചിട്ട് ആവശ്യമില്ലാണ്ട് ഇത് ജിസേലിൻ്റെ മുഖത്ത് കിടക്കുക, അങ്ങനെ ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്? ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും. ആ ക്യാപ്റ്റനെ അനുസരിക്കില്ല, ഒന്നും ചെയ്യില്ല. ബിഗ് ബോസ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ വഴക്കും നവീൻ പോകണമെന്ന് പറയണത് തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് അറിയാട്ടെ. അപ്പോൾ നവീൻ പറയാം, ഇവിടെ ആരും ചെയ്യാത്ത വലിയ മിസ്റ്റേക്കാണ് അനുമോള് ചെയ്തത്. എന്നിട്ട് ആ കാര്യം ചെയ്തതിലൊന്നും അനുമോൾക്ക് ഒരു കൂസലും ഇല്ല. ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടും ഇങ്ങനെ ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്ന, അപ്പോൾ അതുപോലുള്ളവരുടെ കൂടെ കളിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ക്വിറ്റ് ചെയ്യണം. അത് അങ്ങനെ ഒരു വൈകാരിക നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത്. ബിഗ് ബോസ് എന്താണ് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞത്? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം നവീൻ പറയാം, ഈ അനുമോളെ ഒന്നെങ്കിൽ എവിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ നോമിനേഷനിലും ഇടണം, ഇല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞതെന്ന് പറയട്ടെ. ബിഗ് ബോസ് ചോദിച്ചാൽ, അപ്പോൾ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നോ? അതാണ് തീരുമാനമെങ്കിൽ പ്രധാന വാതിൽ തുറന്നു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ആദില നൂറയെന്ന് പറഞ്ഞാൽ ആരാന്ന് കണ്ടില്ല, പക്ഷെ ക്ലാപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് വേറെ വഴിയില്ലല്ലോ, തുറന്നല്ലോ. അപ്പോൾ നൂറ അവിടെ നിന്നിട്ടുണ്ട്, യു ഹാവ് ടു ഗോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. ഗഡ്സ് ഉണ്ടെങ്കിൽ കാണിക്കടാ, ആണാണെങ്കിൽ നീ പോയി കാണിക്കടാന്നൊക്കെ പറയാം. അതിലെ നൂറ ഐ വിൽ ഡു ദാറ്റ് എന്നും പറഞ്ഞിട്ട് മറ്റേ നവീൻ പറയണം. അപ്പോൾ നട്ടലുണ്ടെങ്കിൽ പോടാന്ന് പറയണ്ട. അപ്പം നവീൻ യു ആർ റെപ്രസെൻറ്റിങ് എ കമ്മ്യൂണിറ്റി, ഞാനിപ്പോൾ തന്നെ പോകും എന്നൊക്കെ പറയട്ടെ. ജിസയിലേക്ക് ജിസയിൽ ഇരുന്നിട്ട് ഇവരായിട്ട് വഴക്കറിയാം, നൂറെ അതിലായിട്ട് വഴക്കറിയാം. ഹു ആർ യു ടു ഡിസൈഡ് ഇതൊക്കെ പറയാം, നിങ്ങൾ ആരാണെന്നൊക്കെ പറയാം. അപ്പം നൂറ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോകണം. അപ്പോൾ അക്ബർ പറയണേ, അവർ പ്രൊവോക്ക് ചെയ്യാണ് നവീൻ്റെ അടുത്ത്, അവർ പ്രൊവോക്ക് ചെയ്യാണ്, നമുക്കതൊക്കെ തിരിച്ചു കൊടുക്കാം, നീ ഇവിടെ നിൽക്ക്, നീ പോവല്ലേ എന്ന് പറയാം. നവീൻ ഞാൻ പോകും. വൺ മോർ തിങ്, യു ഗൈസ് ആർ റെപ്രസെൻറ്റിങ് എ കമ്മ്യൂണിറ്റി. ഐ നെവർ സീ യു ടോക്കിങ് ഈവൻ എ വൺ വേർഡ് അബൌട്ട് ദ കമ്മ്യൂണിറ്റി. ചെയ്തിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ, ഞാൻ ആരും പറയണം കേട്ടിട്ടില്ല എന്നൊക്കെ പറയട്ടെ. നൂറ യു ഹാവ് ടു ഗോ, ഇത് ഞങ്ങളുടെ ഇഷ്ടമാണ്, എന്താ വേണ്ടതെന്ന് എന്താ പറയേണ്ടതെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അപ്പോൾ അക്ബർ പറയാം, ഇത് ഇപ്പോൾ തീരും, നീ പോവല്ലേ, നിൻ്റെ ലൈഫ് ഇനി ഈ ലൈഫിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവമേ കിട്ടൂല, നീ ഒന്ന് മനസ്സിലാക്കി, നീ പോകല്ലേ എന്നൊക്കെ പറയട്ടെ. നവീൻ ദാറ്റ്സ് മൈ ഡിസിഷൻ, ഞാനിപ്പോൾ പോകും. അപ്പോൾ അനുമോള് അവിടെ നിന്നിട്ട് അതൊക്കെ ഒളിച്ച് നോക്കട്ടെ. സൈഡിലിട്ട് ദൈവമേ എന്താ സംഭവിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞാൽ ഒളിച്ചിങ്ങനെ നോക്കണം, പേടിച്ചിട്ട് നിൽക്കണം കേട്ടോ. അനുമോള് എന്താ സംഭവിക്കാൻ പോണത് എന്നുള്ളൊരു ടെൻഷനിൽ നിൽക്കുകയാണ്, ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നവീൻ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് വേഗം ഓടി പോകും. നോക്കുമ്പോൾ അവിടെ ഫ്രണ്ട് ഡോർ തുറന്നിരിക്കുന്നുണ്ട്. നവീൻ ഓടുന്നു, പുറകെ എല്ലാവരും, അപ്പാനി, ജിസേൽ, ഒനീൽ, എല്ലാവരും, അഭിലാഷ് എല്ലാവരും പുറകെ ഓടുന്നുണ്ട്. നവീൻ ഫസ്റ്റ് ഓടി നേരെ അങ്ങോട്ട് പുറത്തേക്ക് പോവാം. അപ്പോൾ അപ്പാനിക്ക് ദേഷ്യം കൊണ്ട് അപ്പാന് ചവിട്ടൊക്കെ ചവിട്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നൂറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോവുക തന്നെ വേണം, എന്ന് പറഞ്ഞ് നൂറ പുറകെ നടക്കുകയാണ്. അപ്പോൾ അപ്പാന് ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നൂറ എന്ത് ലൈഫ്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവുക തന്നെ വേണം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും, അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇറങ്ങിപ്പോവും. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഡ്രാമ കളിക്കുകയല്ല വേണ്ടത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണം. അതിലെ ഗെയിം ആയിക്കോട്ടെ, ചിലപ്പോൾ ഇതൊരു ഗെയിം അല്ലാന്ന് ആർക്കറിയാം എന്ന് പറയട്ടെ. അപ്പോൾ നൂറ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും പോകണം, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോവുക തന്നെ വേണം, ഒരു ഡ്രാമയും കളിച്ചിട്ട് കാര്യമില്ല.
ആര് അതിൻ്റെ ഇടയ്ക്ക് എന്തോ അവൻ്റെ വില കളഞ്ഞെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് നൂറ് പറയും. ഭയങ്കര ബഹളമാണ്, ഒന്നും ഇവർ പറഞ്ഞൊന്നും മനസ്സിലാവില്ല കേട്ടോ. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് കേട്ടത് മെൻഷൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നൂറ ആരുടെ വില കളയാൻ വേണ്ടി ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല ആര്യൻ എന്ന് പറഞ്ഞിട്ട്. അവന് വിലയുണ്ടെങ്കിൽ അവനത് പ്രൂവ് ചെയ്യട്ടെ. കുറേ നേരം അവൻ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുവാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എവിടെയും ഒന്നും കളിച്ചിട്ടില്ലെന്ന് അവൻ പറയണത്. ഞങ്ങൾ തീരുമാനിക്കും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കണം വേണ്ടെന്നുള്ളത്. നൂറ് അവൻ ആ ഹ്യൂമാനിറ്റിയുടെ കാര്യമൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ഡസൻ ഹാവ് എനി ഹ്യൂമാനിറ്റി. അവന് ആർക്കും ഭക്ഷണം ഒന്നും ഷെയർ ചെയ്തിട്ടോ ഒന്നുമില്ല. എന്നിട്ടാണ് അവൻ വലിയ ഹ്യൂമാനിറ്റിയുടെ കാര്യം പറയണത്. എന്ത് സെൽഫിഷ്നെസ് അവൻ കാണിച്ചത്. LGBTQ കമ്മ്യൂണിറ്റീനെ തൊട്ട് കളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ജിസേൽ ഈ അവസരത്തിൽ ഓണിയിൽ പോയിട്ട് ജിസേലിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര ജിസേൽ ഓൾറെഡി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണിയിൽ പോയിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി ഭയങ്കര കെട്ടിപ്പിടിക്കലും ബഹളം കേട്ടോ. ഈ കിട്ടിയ അവസരം തന്നെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങൾ ലൈഫ് റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ കമ്മ്യൂണിറ്റിയുടെ എന്നൊക്കെ പറഞ്ഞാൽ അതിലെ പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസ് ഞാൻ ആ കഴുതോട് അപ്പോഴേ പറഞ്ഞാണ് അതിൽ പിടിച്ച് തൂങ്ങലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അനു അതൊക്കെ അവിടെ നിന്ന് ഒളിച്ച് നിന്ന് നോക്കട്ടെ. അപ്പോൾ അതിലല്ല എന്നൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ വരുവാണ്. ഇവൻ നവീൻ പോയില്ല. അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു ഷർട്ടൊക്കെ ഇങ്ങനെ കറക്കിയിട്ടൊക്കെ ഇങ്ങനെ ചാടി ഇങ്ങനെ വരികയാണ്. അതിലെ ഭയങ്കര സന്തോഷത്തിൽ. അപ്പോൾ അനുവിടത്ത് പോയോടി അവൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പോയി. അതിലൊരു ഹി ഹാസ് ടു ഗോ, അവൻ പോയി എന്ന് കേട്ടോ. അതിന് എന്താടി എൻ്റെ പേരിൽ ഇതൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കുക. അതില്ല, നിൻ്റെ പേരിലല്ലല്ലോ, നിനക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, നിൻ്റെ പേരിലല്ല അനു, ഞാൻ കാരണമാണോടി പോയത് എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലുണ്ട്. അപ്പോൾ അതിൽ നീ കാരണമല്ല പോയത്, അതിലെ നൂറ കാരണമാണ് അവൻ പോയത്. നൂറ ഇത്രയും തണ്ട് കാണിച്ചിട്ട് അവൻ പോവാൻ അർഹനാണ്. LGBT കമ്മ്യൂണിറ്റീനെ അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുകയാണെന്ന് പറയട്ടെ. അപ്പോൾ അതിനും ഇനി ഇവരെല്ലാവരും കൂടെ എന്നെ കൊല്ലുമോ? അപ്പോൾ അതിൽ അവൻ്റെ കാര്യത്തിൽ ആരെങ്കിലും നിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ചിരിക്കും, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറയട്ടെ. അനുറി അവനമ്മ ആശയ്ക്ക് ഇറങ്ങിപ്പോയത്. അതിൽ പോയിക്കോട്ടെ, അതിനെന്താ, ഇത് ഗെയിമല്ലേ, അവനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ഞങ്ങളെന്ത് ചെയ്യാനാന്ന് ചോദിക്കുക. അവനു ഇനി ജിസയിലും അക്ബറും എല്ലാം കൂടെ വന്നിട്ട് ഇങ്ങോട്ട് വരുമോടി എന്താകും എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിൽ വന്നോട്ടെ അനു, അപ്പോൾ എന്ത് പറയണമെന്ന് ചോദിക്കട്ടെ. അപ്പോൾ അതിലൂറ് പ്രൊവോക്ക് ചെയ്തു, ഞങ്ങൾ പ്രൊവോക്ക് ചെയ്തു, അത് അവൻ വേണമായിരുന്നു അത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, അവനത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര കൂളായിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പാനി വന്നിട്ട് നൂറയുടെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി വന്നേക്കാം. അപ്പം നൂറയും കൂടെ ഭയങ്കര തിളച്ചിട്ട് ഇതേവരെ ആ കുട്ടിയുടെ സൗണ്ട് ആരും കേട്ടില്ല. പക്ഷെ ഇന്ന് ഭയങ്കരമായിട്ട് ആദ്യമായിട്ടാണ് അതിൻ്റെ സൗണ്ട് ഇങ്ങനെ എല്ലാവരും കേൾക്കണം കേട്ടോ. അപ്പം എന്നിട്ട് എന്നാലും പ്രൊവോക്ക് ചെയ്യണ്ടായിരുന്നു എന്ന് എന്തോ പറഞ്ഞു. അപ്പോഴേക്കും നൂറ് നമ്മുടെ നെഞ്ചത്തേക്ക് ആരും കയറാൻ ഞാൻ സമ്മതിക്കില്ല, അവൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോകണം, അത് ന്യായീകരിച്ച് ആരും വരണ്ട. അപ്പം ന്യായീകരിക്കല്ല, പ്രൊവോക്ക് ചെയ്യണ്ടെന്ന് പറയുമായിരുന്നു നൂറ. പ്രൊവോക്ക് ചെയ്യും, അത് അവൻ ആ ഗെയിം യൂസ് ചെയ്ത് അവിടെ നിൽക്കണമായിരുന്നു. അപ്പോൾ അതില എല്ലാവരും ഇവിടെ നിൽക്കത്തില്ല, എന്തായാലും ഒരാൾ മാത്രമേ ബാക്കി വരുള്ളൂ, ബാക്കി എല്ലാവരും പോകത്തില്ലേ. അപ്പോൾ നൂറ അവൻ എന്താ പറഞ്ഞത്, കമ്മ്യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല എന്ന്. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങൾ സംസാരിക്കണം വേണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാണ്. അവൻ 10,000 പ്രാവശ്യം ക്യാമറ നോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും ഉണ്ട് ഡ്രീംസും കാര്യങ്ങളൊക്കെ, അല്ലാതെ അവന് മാത്രമല്ല ഉള്ളത്. അതിൽ ആര് പോയാലും കുറച്ച് നേരത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. അപ്പോൾ രേണു എന്നാലും കമ്മ്യൂണിറ്റിയെ പറഞ്ഞൊന്നും പറയണ്ടായിരുന്നു നൂറ, അവന് 2 മുഖമാണല്ലോ അക്ബർ, ആർക്കും 2 മുഖമില്ലാത്ത എന്നൊക്കെ പറയാം. കുറേ പ്രാവശ്യം അതിങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ നൂറ വെറുതെ എല്ലാത്തിനും കയറി അങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട, എല്ലാത്തിനും അവനെ കയറി അങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ നൂറ എല്ലാവരുടെ മുമ്പിൽ അവന് 2 മുഖമായിരിക്കും, പക്ഷേ എൻ്റെ അടുത്ത് അവന് ഒരു മുഖം കാണിച്ചിട്ടുള്ളൂ, എപ്പോഴും ഒരു മുഖം. അപ്പോൾ അക്ബർ അവന് ഓഡിയൻസിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ അതില്ല, അയാൾ ഒരു 10,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും ഇവരടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴേക്കും അക്ബർ വേഗം അനുവിനെ കയറി പിടിച്ച് നടിയെവിടെ എന്നൊരു 5-6 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാന് നടിയാണ് ഇതിനൊക്കെ കാരണം, കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുക, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഏതെങ്കിലും മൂലയിൽ പോയിരിക്കുന്നുണ്ടാവും.
ഓ ആ പാവപ്പെട്ടവൻ്റെ ജീവിതം പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കണം. എൻ്റെ ദൈവമേ. എന്നാലും ആദില നൂറ് ഇന്ന് ഭയങ്കരമായിരുന്നു കേട്ടോ. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങ് കത്തിക്കയറുന്ന വെച്ചാൽ ശരിക്കും കത്തിക്കയറി. അനുവൊക്കെ അവിടെ ഒളിച്ച് പാത്ത് അയ്യോ പോയോ അയ്യോ എന്താ ഇവരൊക്കെ ഞാൻ ലാസ്റ്റ് വരെ ഈ ആൾക്കാരെ ഫുൾ നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ ചവിട്ടി പുറത്താക്കലാണല്ലോ ഗെയിം. അതിൻ്റെ ബേസിക് ഇതുപോലും മനസ്സിലാക്കുന്നില്ല. പക്ഷെ മേ ബി അതിനകത്തൊരു എല്ലാവരും കൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരാളെ പുറത്താക്കാനുള്ളതൊക്കെ തോന്നില്ലായിരിക്കും, അതെന്താണെന്നറിയില്ല. പക്ഷേ ഈ അനു ആണെങ്കിൽ ഭയങ്കര പേടിച്ച് എല്ലാവരും കൂടെ ഇനി അനുവിൻ്റെ ദേഹത്തായിരിക്കുമല്ലോ കയറാൻ വരുന്നത്. ജിസയിലും എല്ലാവരും കൂടെ ദേഷ്യം തീർക്കുക. അനുവാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം കൂടെ വരുമല്ലോ എന്ന് പറഞ്ഞാൽ പേടിച്ച് അനുകരിക്കുക. ഇവരൊന്നും ഭയങ്കര ഹാപ്പിയാണ് ആദില നൂറ്. ആദ്യമായിട്ടാണ് ആദില നൂറിന് ഇത്ര ഹാപ്പി ആയിട്ടും ഇത്ര വോയിസിൽ സംസാരിച്ചൊക്കെ കേൾക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആദില നൂറ് പറയട്ടെ, നവീൻ ഇറങ്ങട്ടെ, അത്രയ്ക്ക് വൃത്തിയിട്ട് ഗെയിമായിരുന്നു അവൻ്റെ. അപ്പോൾ ഷാനവാസ് അവിടെ ഉണ്ട്. ഷാനവാസിനടുത്ത് അത് ഞങ്ങളുടെ ഒരു വാശി കൂടിയാണ്. പേഴ്സണലായിട്ടൊരു കാര്യം വെച്ചിട്ട് അവൻ കുറേ നാളെ ഞങ്ങളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടതാണ്. അന്ന് തീരുമാനിച്ചാണ് ആദ്യം അവനെ ഇറങ്ങും, അവൻ പോയിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് അന്നേ തീരുമാനിച്ചാണ്. ഇനി ഇവള് പോയാലും കുഴപ്പമില്ല, ഞാൻ പോയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സമാധാനത്തോടെ പോവുക, ഞങ്ങൾ ഹാപ്പിയാണെന്നൊക്കെ പറയട്ടെ. എൻ്റെ അക്ബർ, അപ്പാനി, ഒനീൽ, ആര്യൻ, ജിസേൽ, അഭിലാഷ്, ഷാനവാസ് എല്ലാവരും കൂടെ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് പറയാം അവന് ആ വെല്ലുവിളിയുടെ പുറത്തങ്ങനെ പറഞ്ഞതാണ്, ബിഗ് ബോസ് പ്ലീസ് ബിഗ് ബോസ് അവനെ തിരിച്ചു കൊണ്ടുപോവുക, അവനെ ഇറക്കി വിടരുത്, അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല, ആ പ്രൊവോക്ഡ് ആയപ്പോൾ അവൻ ചെയ്തതാണ്, ഒരു ചാൻസ് കൊടുക്കുക, ചെറിയ രീതിയിലുള്ള പ്രൊവോക്കേഷനിൽ ആയതാണ്, തിരിച്ചു കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയണേ. എന്നിട്ട് അക്ബറും എന്തായാലും അവൻ പോകാൻ പോകുമായിരുന്നു, അപ്പുറത്തെ റൂമിൽ എന്ന് പറയണ എന്തായാലും പോകാൻ പോകുമായിരുന്നു. അപ്പോൾ അനുവിനിട്ട് 2 എണ്ണം കൊടുത്തിട്ട് പോകണമായിരുന്നു. അപ്പോൾ അപ്പാന് സത്യം ഒന്നും ഒളിച്ച് പറയണ്ട, പതുക്കെ പറയണതാണ് കള്ളത്തരം, ഇത് ഉറക്കമാണ് എല്ലാം പറയാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അപ്പുറത്ത് അനുവിടുത്തെ പാത്രം കഴിഞ്ഞിട്ട് അനു കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് അപ്പാനി പറയാം ഇവക്ക് മാത്രം ബോഡിയിലൊരു ക്യാമറ ഫിറ്റ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ എന്ത് ചെയ്താലും കാണുമല്ലോ. ഇങ്ങനെ ഇന്ന് ക്യാമറ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ ദേഹത്ത് തന്നെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറയാം. അപ്പം എന്നിട്ട് അനുവും ശൈത്യം കൂടെ അപ്പോൾ കിച്ചണിൽ നിൽക്കുകയാണ്. അപ്പോൾ അനു പറയാം ഏതെങ്കിലും ഒരു ക്യാമറ നോക്കി കരഞ്ഞിട്ടുണ്ടാ എന്നൊക്കെ ക്യാമറ നോക്കി പറയാം. അപ്പോൾ ശൈത്യം പറയാം നിന്നെ പ്രൊവോക്ക് ചെയ്യാൻ അവർ പലതും ചെയ്യും, നീ മിണ്ടരുത്, നീ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. അപ്പം ഇപ്പുറത്ത് അപ്പനെയൊക്കെ സൗണ്ടിൽ പറയട്ടെ, നാടകം അവസാനിക്കാൻ പോണ്, കട്ടം വീഴാൻ പോണ്, എന്ത് പറഞ്ഞാലും ഒരു ചുക്കുമില്ല. അനു ശൈത്യടുത്ത് 2 കൂടെ സംസാരിക്കട്ടെ, എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കില്ല, ഞാൻ ഇവൻ്റെ ഒന്നും ചിലവിലല്ലോ കഴിയണേ. അപ്പം അപ്പാനെ അവിടെ നിന്ന് സൗണ്ടിൽ പറയാം അവസാനം വരെ നിൽക്കുമായിരിക്കും, പക്ഷേ ഗെയിം കളിക്കണം, അല്ലാതെ വെറുതെ നിന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയണേ. പോകണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പോകണം, ഔട്ടായി തന്നെ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറയാം. അപ്പം അനു ഇല്ല ഞാൻ പിടിച്ചു നിൽക്കും, ഇത് സൗണ്ടിലല്ല, അനുവും ശൈത്യം കൂടെ പതുക്കെയാണ് സംസാരിക്കണം, മറ്റവരാണ് സൗണ്ടിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അനു പറയാം ഞാൻ പിടിച്ചു നിൽക്കും, ഔട്ടാവണ വരെ ഞാൻ പിടിച്ചു നിൽക്കും, ഇവിടെ BB എന്നല്ല എവിടെയാണെങ്കിലും ഞാനങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് അടുത്ത സീനിൽ അനുവിൻ്റെ അടുത്ത് മറ്റേ രണ ഫാത്തിമ വന്നിട്ട് കുറച്ചും കൂടെ ചോറിടുന്നുണ്ട്, അത്രയും മതി പറയാം. അപ്പം അനു ഇങ്ങനെ ചോറിനടുത്ത് വാശി കാണിക്കരുത്. അപ്പം നീ രണ്ടാമതൊന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോറ് തരാം. അപ്പം രണ്ടാമത് ചോദിക്കേണ്ട ആവശ്യം എന്താ, ഇപ്പം തന്നെ തന്നൂടെ, എനിക്കിത് പോരാ, എനിക്ക് കുറച്ചും കൂടെ വേണം. വേണ്ട നീ ഇത്രയും കഴിച്ചാൽ മതി, ബാക്കിയുള്ളവർക്കും കൂടെ ചോറ് വേണം, എല്ലാവർക്കും തികയണം. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ബർഗർ കഴിച്ചുകൊണ്ടാണോ, അത് നിനക്കും കഴിക്കാമെന്നല്ല, നീ വാശി പിടിച്ചിട്ടല്ലേ, പിന്നെന്താ കഴിക്കാനൊക്കെ ചോദിക്കും. അപ്പം അനു നീ ഇത് കഴിച്ചിട്ടോ എന്നിട്ട് ഞാൻ തരാം. അപ്പം അക്ബർ രണ്ടാമത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇട്ടാൽ പോരെ. ഇപ്പോൾ വേഗം തന്നെ അതിനകത്ത് കുറച്ചെടുത്ത് അങ്ങോട്ട് തിരിച്ചിട്ട് എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഇത്ര മതി കൊണ്ട് കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പം അനു ഇവർ അതാരാ പറഞ്ഞതെന്നറിയില്ല, അവിടെ പറഞ്ഞു എന്തൊരു കഷ്ടമാണ് അത്, അനു നീ ഒരു പെണ്ണാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അനു എന്നിട്ട് എന്നടുത്ത് പറയും നീ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ ഭക്ഷണം കൊള്ളൂലെന്ന് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ പറഞ്ഞു ഭക്ഷണം കൊള്ളൂലെന്ന് ഞാൻ പറഞ്ഞില്ല, നീ അങ്ങനെയൊക്കെ പറഞ്ഞു ടേസ്റ്റ് കുറവാണെന്നൊക്കെ നീ പറഞ്ഞ് എന്നാ പറയാം, ടാസ്ക്കായിട്ട് കാണാൻ പഠിക്കുകയെ എന്ന് പറയാം. അപ്പോൾ അപ്പാന് നിനക്ക് ചോറ് വേണോ എന്ന് ചോദിക്കട്ടെ എന്നടുത്ത്. എനിക്ക് വേണ്ട, അനു വെച്ച ചോറ് എനിക്ക് വേണ്ട, അതിന് അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന ചോറല്ലല്ലോ ഇത്, നിനക്ക് ചോറ് വേണോ, എനിക്ക് വേണ്ട എന്ന് പറയാം. അപ്പാന് ബാത്റൂമിലുള്ള ക്യാമറ എന്നിട്ട് പറയും ഇവളുടെ സ്വഭാവം കൊള്ളൂല, കണ്ടാൽ വലിയ വീട്ടിൽ ജനിച്ചാന്നൊക്കെ തോന്നും, പക്ഷെ പറഞ്ഞിട്ടുള്ള കാര്യം സ്വഭാവം കൊള്ളൂല എന്നൊക്കെ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പോൺസർ ടാസ്ക്കാണ് കേട്ടോ, സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിൻ്റെ സ്പോൺസർ ടാസ്ക്കാണ്. അവരത് ഉണ്ണിയപ്പം അച്ചപ്പം ഒക്കെ ഉണ്ടാക്കേണ്ടത് അതിന്. പിന്നെ അതിന് ബിഗ് ബോസ്
പണിപ്പുരയിൽ എല്ലാവർക്കും സമയം അൺലിമിറ്റഡ് ആണ്, എല്ലാവർക്കും കയറാം, എത്ര വേണമെങ്കിലും പോയിന്റ്സ് സാധനം എടുക്കാം, അൺലിമിറ്റഡ് ആണെന്ന് പറയും. അപ്പോൾ താങ്ക് യു ബിഗ് ബോസ്, ഇത് പണിയല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയട്ടെ. പിന്നെ ആയിട്ട് ഇവരെല്ലാവരും കൂടെ കയറാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ ജിസയിൽ അൺലിമിറ്റഡ് ആണ്, ആര്യ നീ കയറ്, ആര്യ പറഞ്ഞു ഇല്ലില്ലില്ലില്ല. എന്നിട്ട് വേണം അടുത്ത പണി, ഇനി നാളെ ഒരു ബില്ലുമായിട്ട് വരില്ലെന്ന് ആര് കണ്ടു. അപ്പോൾ എന്താ പറയുക, ഈ റിവേഴ്സ് സൈക്കോളജി അടിച്ചടിച്ചടിച്ച് എനിക്ക് മടുത്ത്. അപ്പോൾ ജിസയിൽ ഡോൺ ബി ബേബി, എനിക്കെന്തായാലും അവിടെ കയറിയിട്ട് എൻ്റെ ഒരു സാധനം അവിടെ ഇല്ല, പെട്ടി തിരിച്ച് ബോംബെക്ക് അയച്ചെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ തിരിച്ച് എൻ്റെ ഒരു സാധനം അവിടെ ഇല്ല, അപ്പം എനിക്ക് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ബിഗ് ബോസ് ഒന്നും കൂടെ അനൗൺസ് ചെയ്യാം, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ പറയണോ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷെ ഞാൻ മനസാക്ഷി ഇല്ലാത്ത ആളല്ല, നിങ്ങൾക്ക് കയറാം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ആര് ബിഗ് ബോസേ നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തോ ഭയങ്കര ഫണ്ണി പറയാം. ബിഗ് ബോസിന് ഒരു വിലയില്ല കേട്ടോ ആര്യന്, അതെന്താണ് അങ്ങനെ കാണിക്കണമെന്ന് അറിയില്ല. ബസറടിക്കുമ്പോൾ എല്ലാവരും പ്രവേശിക്കണം എന്ന് പറഞ്ഞു, ബസറടിച്ചതും എല്ലാവരും കൂടെ ചാടി. അപ്പോൾ ആര്യ പറഞ്ഞു അതൊക്കെ പോയാൽ മതി, ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും വാരിക്ക് ഒരു സാധനങ്ങളുണ്ടോന്ന്, എല്ലാ അനുമോളുടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ ആയിട്ട് അക്ബർ റൂമിൻ്റെ അകത്ത് ഇരുന്നിട്ട് പാട്ട് പാടട്ടെ, വെറുതെ പ്രാഗി കൊല്ലും അനുമോളെ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുക. അപ്പം അനുവിനെ ഞങ്ങൾ പ്രാന്ത് പിടിച്ചിട്ട് നീ ആണാണോ വെറുതെ ആ ബാപ്പയുടെ ഉമ്മയ്ക്ക് പറയിപ്പിക്കാൻ പറ്റുള്ള പാട്ടുകാർ ഒക്കെ ശാപമാണ് നീ എന്നൊക്കെ പറയാം, പാട്ടുകാർ വെച്ചിട്ട് ശാപമാണ് നീ എന്നൊക്കെ പറയാം. എന്നിട്ട് കുറേ ഇങ്ങനെ പ്രാഗണ പോലെയൊക്കെ പറഞ്ഞിട്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നീയൊക്കെ അനുഭവിച്ചിരിക്കും, അതെനിക്ക് ഉറപ്പാണ്, എൻ്റെ കണ്ണീരിന് വിലയുണ്ടെങ്കിൽ നീ അനുഭവിച്ചിരിക്കും, ഞാൻ ശപിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഇവിടെ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കണ്ട. അപ്പാനിയും നമ്മുടെ അക്ബറും പിന്നെ റെനയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ മുന്നിൽ അങ്ങനെ ആക്ഷനൊക്കെ കാണിക്കും. പിന്നെ ആയിട്ട് അനു രാത്രിയാകുമ്പോൾ വരും, എൻ്റെ കിറ്റ് എവിടെ, മറ്റേ ആര്യൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ എല്ലാവരും ചാടി നീറ്റ് സൗണ്ട് കേട്ടിട്ട് നീറ്റിട്ട് പറഞ്ഞു എനിക്കറിയില്ല, മര്യാദയ്ക്ക് എൻ്റെ കിറ്റ് തന്നു, എൻ്റെ സാധനം കാണാനില്ല, വേഗം തന്നെ പോയി അപ്പനെ വിളിച്ചെണിപ്പിക്കുക, എൻ്റെ കിറ്റ് എവിടെ, എൻ്റെ കിറ്റ് സാധനം കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളം. ആര്യം പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടില്ല എന്നറിയാം, അത് വെച്ചിട്ട് കഴിഞ്ഞു. പിന്നെ ബിഗ് ബോസ് പ്ലസ് ആണ് കേട്ടോ കാണിക്കുന്നത്. അതിൽ അങ്ങനെ ആക്ടിവിറ്റി റൂമിൽ മറ്റവർ കഷ്ടപ്പെട്ടിരുന്ന ആക്ടിവിറ്റി ചെയ്യുന്ന കാര്യം കാണിക്കുക. അപ്പോൾ ഇപ്പുറത്ത് നവീൻ ഒരു കേക്ക് എടുത്തിട്ട് ആ കേക്കിൽ ചോക്ലേറ്റ് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒണിയിൽ നിന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ എന്നിട്ട് പിന്നെ കിച്ചണ് കാണിക്കുന്നത്. ജിസയിൽ അവൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നീ വാടി, നീ യക്ഷിയാണ്, നീ പോടി, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഹെർ എന്നൊക്കെ പറയാനേ. എന്നിട്ട് നവീൻ പറയും ഈ ടാസ്ക് തന്നത് തന്നെ ഞങ്ങളുടെ അടിമയായിട്ട് എല്ലാവരും നിൽക്കണം എന്നൊക്കെ ഉള്ളതാണ്. എന്നിട്ട് അവൾ എന്താ ചെയ്യണത്, എന്നെയും ജിസേലിനെ എന്തോരം ഇൻസൾട്ട് ചെയ്യണത്, ഞങ്ങൾ രണ്ടുപേരും കുറേ ഇൻസൾട്ട് ചെയ്തു. അപ്പോൾ ജിസേൽ ബിഗ് ബോസിൽ ഞാൻ വെറുതെ വന്നൊന്നുമല്ല, എനിക്ക് എത്ര ഒറ്റപ്പെട്ടാലും എനിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നല്ലപോലെ അറിയാം എന്നൊക്കെ പറയാം. അപ്പോൾ നവീൻ പറയാം ഫുഡ് കാര്യത്തിൽ ഞങ്ങൾ എന്തൊക്കെ കേട്ടു, ഇവള് കാപ്പിക്കള്ളി എന്നെ പിന്നെ ബാക്കി എല്ലാം പറഞ്ഞു എന്നൊക്കെ പറയാം. ജിസയിൽ അവരവിടെ നിന്ന് ഒളിച്ച് നോക്കുന്നുണ്ട് എന്ന് പറയട്ടെ. അപ്പം എനിക്ക് പേടിയൊന്നുമില്ല, ഇവരൊന്നും എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജിസയിൽ അവൾ പാവമൊക്കെ തന്നെയാണ്, എന്നാലും ഇത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ എതിരെ നിൽക്കുകയാണ്, എല്ലാവരും കൂടെ വരട്ടെ എന്നൊക്കെ പറയണ്ടേ. നവീൻ അനു പബ്ലിക്കായിട്ട് മാപ്പ് പറയട്ടെ, ജിസയിൽ മാപ്പ് പറഞ്ഞു തന്നെ. ഞാനാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും, ആരെയും ഇങ്ങനെ മാറ്റി നിർത്തണം എനിക്കിഷ്ടമല്ല, എല്ലാവരും വയറിറച്ച് കഴിക്കട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അപ്പം അത് ശരിയാണ്, ജിസയിൽ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് എല്ലാവർക്കും ഒരേപോലെ കൊടുത്തിരുന്നു എന്നൊക്കെ പറയാനേ. അതിൽ ഒരു അനുവിൻ്റെ അടുത്ത് പറയാം, ഒരാളുടെ കൺസേൺ ഇല്ലാണ്ട് ഇനിയെങ്കിലും നീ അവരുടെ ദേഹത്ത് തൊടരുത്, നീ മനസ്സുകൊണ്ടല്ല തലച്ചോറ് ഉപയോഗിക്കുക, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക എന്നൊക്കെ പറയാം. അതിന് ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല, നൂറ് എന്താണെങ്കിലും ഇപ്പോൾ കരഞ്ഞിട്ടൊക്കെ ഇപ്പം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറയണേ. എന്നിട്ട് അതിന് കൂട്ടുപിടിക്കാൻ അക്ബറും അപ്പാനും എല്ലാം കൂടി ഇല്ലാത്തൊരു ഗ്രൂപ്പൊക്കെ വന്നിരിക്കണം അവനെ ചെയ്യാൻ വേണ്ടിയിട്ട്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പോകണം എന്ന് പറഞ്ഞാൽ പോകണം എന്നൊക്കെ നൂറ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അത് പറയണത്. പിന്നെ ബിനി അപ്പുറത്തെന്ന് പറയാം, ഈ നൂറെ പറ്റി എന്താണ് നവീൻ പറഞ്ഞത് എനിക്കത് അറിയണം എന്ന് പറയട്ടെ. അപ്പോൾ ജിസയിൽ ശരിയല്ലേ അവൻ പറഞ്ഞത്, ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ട് ആ കമ്മ്യൂണിറ്റീനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, ഒന്നും പറഞ്ഞിട്ടില്ല അവർ ഇതുവരെ. ഇപ്പോൾ പറയാം നവീൻ പറഞ്ഞിട്ടുണ്ട്, അവന് സംസാരിക്കാനുള്ള ചാൻസ് കിട്ടി, ഇപ്പം അവൻ ഞാൻ ഇന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറയാം. അപ്പോൾ അക്ബർ നവീൻ്റെ ടാർഗറ്റ് അനു മാത്രമായിരുന്നു, അവന് വേറെ ആരുടെ വൈരാഗ്യമില്ല, ആരുടെ ദേഷ്യമൊന്നുമില്ല, അവനോടും ആർക്കുമില്ല അവനും ആർക്കുമില്ല. പിന്നെ ഇവളുടെ ഒരു കാട്ടായോ ഡ്രാമയും അതെല്ലാം കണ്ടപ്പോഴാണ് അവന് ഭ്രാന്ത് പിടിച്ചത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ജിസേൽ ഇന്നലെ എത്ര ഫുഡ് അവർക്ക് കൊടുത്തു, ഐസ്ക്രീം കേക്ക് എല്ലാം കൊടുത്തു, അവന് ശരിക്കൊരു പാവമാണ്. അപ്പോൾ അപ്പാനി അനു ഇതുപോലെ തന്നെ അങ്ങോട്ട് പുറത്ത് പോകണം,
എന്ന് പറയട്ടോ. എന്നിട്ട് ശൈത്യ ബാത്റൂമിനോട് നിന്ന് ഭയങ്കര കരച്ചിൽ, ക്യാമറ നോക്കി ഭയങ്കര കരച്ചിൽ. പ്ലീസ് ബിഗ് ബോസ് നവീനൊന്ന് തിരിച്ചു കൊണ്ടുവരും, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഐസ്ക്രീം തന്നു, കേക്ക് തന്നു, നല്ല രേണു ചേച്ചിക്ക് ചോക്ലേറ്റ് കൊടുത്തു, അയ്യോ അവൻ അങ്ങനെ പോവേണ്ട ആളല്ല, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ശൈത്യം അവിടെ നിന്നിട്ട്. ഇവരൊക്കെ ഗെയിമാണെന്ന് മനസ്സിലാക്കണം, ഓരോരുത്തർ ഔട്ടാക്കലാണ് ഗെയിം, അല്ലാണ്ട് അവസാനം വരെ ആരും നിൽക്കത്തില്ലല്ലോ. അതെന്താണോ അങ്ങനെ. ഷാനവാസ് ഇവരുടെ തന്നിട്ട് പ്രശ്നം എന്താണെന്ന് ചോദിക്കാം നമ്മുടെ ആദില നൂറയുടെ അടുത്ത്. അപ്പോൾ പറയാം മറ്റേ ഇവനാണെങ്കിൽ ഞങ്ങൾ രണ്ടൊരു റിലേഷൻ ഇഷ്ടമല്ല, അത് ഇവൻ ബ്രേക്ക് ചെയ്യും എന്നാണ് പറയണത്. അതവൻ വെറുതെ പറഞ്ഞേക്കില്ല, അങ്ങനെയല്ല. അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്കില്ലാത്ത ഒരു റിലേഷൻ അവനും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരെ പിരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല പുറത്ത് അങ്ങനെ റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ റിലേഷൻ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർ തന്നെ ഇവിടെ വെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയട്ടെ. എന്നിട്ട് പിന്നെ അടുത്തതിൽ ബിഗ് ബോസ് പറയുന്നത് സ്വേച്ഛാധിപതി എന്നുള്ള ആ ടാസ്ക് അത് ഞങ്ങളിവിടെ നിർത്തി വെക്കുകയാണ്. പിന്നെ ഒനിലിൻ്റെ കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ എല്ലാവരും കൂടെ കേക്ക് കട്ടിയൊക്കെ ചെയ്യും. പിന്നെ അഭിലാഷ് നമ്മുടെ ഒനിയിലും കൂടി ഇന്ന് സംസാരിക്കാം. അഭിലാഷ് എൻ്റെ മനസ്സിൽ അവൻ ടോപ്പ് 5-ലായിരുന്നു. അപ്പോൾ ഒനിയിൽ അവനായിരുന്നു വിന്നർ. എൻ്റെ മനസ്സിൽ കഴിവുള്ളവനാണ് അവൻ, കഴിവുള്ള പയ്യനാണ് അവൻ ഇവിടെ നിൽക്കണമെന്ന്, അല്ലാണ്ട് ഇവിടെ ഇപ്പം നിൽക്കണൊക്കെ ഒരു കഴിവില്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറയട്ടെ. അക്ബർ പറയാം, ഇതും ഒരു ഗെയിമായിരിക്കും, പക്ഷെ അത് ചീപ്പ് ഗെയിമായിപ്പോയി, അവരെ നമുക്കൊന്നും പറയാൻ പറ്റുമല്ലോ, അതും ഒരു ഗെയിമിൻ്റെ പാട്ടല്ലേ എന്നൊക്കെ പറയണേ. അപ്പോൾ ആര്യൻ നവീൻ പോയിട്ട് ചിലപ്പോൾ അവർ കുഴിമന്തി കഴിച്ചോണ്ടിരിക്കട്ടെ, എന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം പറയും, നവീൻ പോയിട്ട് ക്യാമറ കാണുന്നുണ്ടാവും നമ്മളിത് കുഴിമന്തി കഴിക്കുന്നത്. അപ്പോൾ രേണ പറയും, വിചാരിക്കുന്നത് ഈ അപ്പാനെ പണ്ടരം ഞാൻ ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്ന് കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നവീൻ പറഞ്ഞ എല്ലാവർക്കും ഇത്തിരി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയണേ. എന്നിട്ട് അക്ബർ പിന്നെ അടുത്തത് പാട്ട് പാടിക്കൊണ്ടിരിക്കുക, നാടകം നിർത്തിപ്പോകൂ അരുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പാടാണ്. അപ്പോൾ അരുമോൾ അവിടെ പാത്രം കഴിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇല്ല ഇവളല്ലേ പറഞ്ഞത് എൻ്റെ പട്ടി വന്ന് പാത്രം കഴിക്കുന്നു, അപ്പോൾ ഇപ്പം പാത്രം കഴിക്കുന്ന പട്ടിയാണോ? റെന പറയാ, അനുമോക്കും പട്ടിക്കും ഒരേ ഷേപ്പ്, നന്നായി പാത്രം കഴുകി വെക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് ഭയങ്കര കളിയാക്കലൊക്കെ ആയിട്ട് അവിടെ. എന്നിട്ടും ഷാനവാസ് ഇവളെ എവിക്റ്റ് ആക്കിയത് മണ്ടത്തരാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു. അഭിലാഷിനടുത്ത് സംസാരിക്കണേ, മണ്ടത്തരാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞത്. അവൾ പോയില്ലെങ്കിൽ ഞാൻ ക്വിറ്റിയെന്ന് അവൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. വെറുതെ അവനെക്കൊണ്ട് ഞാൻ തോറ്റു. ഇവർ അതിലെന്ന് കുറേയൊക്കെ പറഞ്ഞ് അവരുടെ റിലേഷൻ ഇല്ലാതാക്കുമെന്ന് അവൻ പറഞ്ഞു. പക്ഷെ അവൻ്റെ പാട്ട് കൊണ്ട് കേൾക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്. അവൻ പുറത്തുള്ള റിലേഷനൊക്കെ അവൻ കളഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ രണ്ട് ഭാഗവും കേൾക്കണം. അതുപോലെ തന്നെ ഞാനും അവനും കൂടെ ഭയങ്കര കോംബോ ആയിരുന്നു, നല്ല കളിയും ചിരിയും തമാശയും കുറച്ച് ഇറിറ്റേഷനും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കോംബോ ആയിരുന്നു. എനിക്ക് ആ കോംബോ ആണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ അപ്പാനി അവരുടെ കാര്യത്തിൽ ആദില നൂറയുടെ കാര്യത്തിൽ പ്രൊവോക്ഡായിട്ട് പോയതാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ അത് അനുവിൻ്റെ കാര്യത്തിലാണ്, അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അക്ബർ അവർക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമായിരുന്നു. അവൻ വന്നിട്ട് നൂറയുടെ ആദിലയുടെ ഒക്കെ കുറ്റം നമ്മളടുത്ത് പറയണമായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷെ അവൻ ഇതുവരെ നമ്മളുടെ കാര്യത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ എങ്ങനെയാണ് അവർ തമ്മിൽ തെറ്റിക്കണത് എനിക്കറിയില്ല. അവൻ ശരിക്കും അങ്ങനെ വിചാരിച്ചിരുന്നോ എന്നൊക്കെ അക്ബർ പറയണം. പിന്നെ അതിൽ നൂറങ്ങോട് സംസാരിക്കാം. അപ്പോൾ അതിൽ സാധാരണ എല്ലാവരും ഓരോരുത്തർ യൂണിറ്റിക്കാണ് സന്തോഷിക്കുന്നത്. ഇവരെന്താ ഇങ്ങനെ? സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാനാണ് പിരിച്ചതെന്നൊക്കെ വളരെ പ്രൗഡായിട്ട് പറയട്ടെ. ഇങ്ങനെ ആരെങ്കിലും പറയുമോ? നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കണമെന്നല്ലേ വിചാരിക്കുന്നത്. എനിക്ക് ഒരു ലൈഫില്ല, അപ്പോൾ അവനും വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അതിലെ നൂറേയും കൂടി ഇന്ന് സംസാരിക്കാം. പിന്നെ എന്നിട്ട് ബിഗ് ബോസ് ശരത്തിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ടീം തിരിക്കാൻ തന്നെ. ശരത്ത് അത് കേട്ടപ്പോൾ തന്നെ ആദ്യം അനുവിനെ അങ്ങോട്ട് മാറ്റി. അനുവിനെ വേഗം എടുത്ത് ബാത്റൂമിൽ ഇട്ടിട്ട് ആരുടെ കൂടെ അഭിലാഷിൻ്റെ അക്ബറിനെയും കൂടെ അനുവിനെ ഇട്ടു. ബാക്കി വേറെ ടീമൊക്കെ തിരിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് കാരണം അടുക്കള ഭാഗത്തേക്ക് അടുപ്പിക്കാൻ പറ്റില്ല അനുവിനെ. അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കൊടുക്കില്ല, അങ്ങനെ ഫുൾ പ്രശ്നങ്ങൾ. പിന്നെ വെസൽ ടീമായിട്ട് പറഞ്ഞേക്കുന്നത് അനീഷിനെയും ആര്യനെയും ആദിലേനെയാണ് കേട്ടോ. അപ്പോൾ ആദിലേക്ക് മറ്റേ ആര്യനും കുഴപ്പമില്ല, പക്ഷെ അനീഷിന് ഭയങ്കര പ്രശ്നം കേട്ടോ. അനീഷ് 3 പേരും കൂടെ വിളിച്ചിട്ട് അതെ എല്ലാ സമയത്തും 3 പേരും ഒപ്പം ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഞാൻ പണി ചെയ്യുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഈ ആര്യനൊരു ബോൾ ഉണ്ടാക്കിയിട്ട് ഇയാളെ തത്തിയിട്ട് എറിയും.
അപ്പം ഇത് പ്രശ്നമാവും. എനിക്ക് താല്പര്യമില്ല കേട്ടോ, ഇവരോട് എനിക്ക് താല്പര്യമില്ല. നോക്കിയാൽ ബോൾ ചുരുട്ടി എൻ്റെ നെഞ്ചത്തോട്ട് എറിഞ്ഞ്, ബിഗ് ബോസ് ബോൾ ചുരുട്ടി എൻ്റെ നെഞ്ചത്തോട്ട് എറിഞ്ഞ്. എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇത് ഒത്തുപോണ നടപടിയല്ല എന്നൊക്കെ പറയാം. അപ്പാനി അടുത്ത് പോയി പറയാം, അപ്പാനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അപ്പം അനുഷ്ഠ ബോൾ ചുരുട്ടി എൻ്റെ നെഞ്ചത്തോട്ട് എറിഞ്ഞ്, താൻ കണ്ടസ്റ്റൻ്റ് അല്ലേ, താൻ അവിടെ ക്യാമറയിൽ പോയി പറ എന്ന് പറയാം. അപ്പം ഈ ക്യാപ്റ്റൻ്റെ അണ്ടറിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ക്യാപ്റ്റൻ്റെ അണ്ടറിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അനീഷ് എന്ന് പറയട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻ ട്രിമ്മർ വെച്ചിട്ട് താടി, എല്ലാവരും സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ട്രിമ്മറൊക്കെ വെച്ച് താടിയൊക്കെ സെറ്റാക്കി എല്ലാം റെഡിയാക്കിയിരിക്കാം. അതിനാണെങ്കിൽ ഡ്രസ്സ് ഇങ്ങനെ കൂട്ടി കഴിച്ചിട്ട് അതിരുന്ന് മടക്കി വെക്കലും ബഹളമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നവീൻ ഇത് മറ്റേ ഒനിയിൽ, പിന്നെ അടുത്ത സീനിൽ ഒനിയിൽ ആ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണം. അപ്പോഴാണ് ഒനിയിൽ കാണുന്നത് ഈ നവീൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയേക്കണത്. അത് വി മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ആ കേക്കൊക്കെ കട്ട് ചെയ്യും, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ട്. പിന്നെ അനു രാത്രി വന്നിട്ട് പിന്നെ നേരത്തെ ആദ്യം നോർമൽ എപ്പിസോഡിൽ കാണിച്ചപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇത്. എൻ്റെ ഷവർ കിറ്റ് അവിടെ, മറ്റേ ക്യാമറ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ഷവർ കിറ്റ് കാണുന്നില്ല, ആദ്യം സാധനങ്ങൾ കിട്ടിയ സമയത്ത് ഞാൻ കണ്ടതായിരുന്നു, പിന്നെ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് കാണുന്നില്ല, ബിഗ് ബോസ് ക്യാമറ നോക്കൂ, ആരുടെ അടുത്തെന്ന് പറയൂ, ആരുടെ അടുത്തെന്നാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് താ ബിഗ് ബോസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കരച്ചില്ല. അപ്പോൾ ആര്യൻ അയ്യോ എന്ത് കരച്ചില്ലെന്നൊക്കെ പറഞ്ഞ് ആര്യം കിടന്ന് ഗോഷ്ടി കാണിക്കുന്നുണ്ട്. പിന്നീട്ട് അപ്പന് വീണ്ടും ചെന്നിട്ട് ആര്യനത്തേക്ക് നീ കിറ്റ് എടുത്താടാ, എടുത്തെങ്കിൽ പറയടാ, വെറുതെ മനുഷ്യരെ പ്രാന്തെടുപ്പിക്കരുത്. അപ്പോൾ ആര്യനില്ല ഞാൻ എടുത്തിട്ടില്ല, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നീ ശരിക്കും നോക്കടാന്നൊക്കെ പറയാം. അപ്പോൾ അവൻ എന്നിട്ട് ഇങ്ങനെ ഡ്രോയൊക്കെ വലിച്ച് കാണിക്കുന്നുണ്ട്, കണ്ട ഇവിടെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത്രയാണ് ഇന്നത്തെ ഫുൾ എപ്പിസോഡ് ബിഗ് ബോസ് പ്ലസ് അത്രയാണ് കേട്ടോ. പിന്നെ നാളെ കാണിക്കാൻ പോണതും എന്തോ ഒരു അതിഥി വരുന്നുണ്ട് വീട്ടിലിട്ട്. അപ്പോൾ ആര്യനൊക്കെ അതിഥി പെൺകുട്ടി ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് കാണിക്കുന്നുണ്ട്. ആരാണ് അതിഥി എന്നൊന്നും അറിയില്ല, നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.